പണ്ടൊരു ഗ്രാമത്തിൽ മാമച്ചനും മറിയാമ്മയും എന്ന പേരുള്ള ദമ്പതികൾ സ്വർഗതുല്യമായ ഒരു കുടുംബജീവിതം ആരംഭിച്ചു. നമ്മുടെ മാമച്ചനുണ്ടല്ലോ, നല്ലൊരു കർഷകനായിരുന്നു. അയാൾക്ക് ഏക്കർ കണക്കിന് നിലവും കൃഷിയിടങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ സന്തോഷത്തിന് ഇരട്ട മധുരം പോലെ ഒരു വാർത്ത എത്തി. എന്താണാവോ ആ വാർത്ത? അത് മറ്റൊന്നുമല്ല, നമ്മുടെ മറിയാമ്മ ഒരമ്മയാവാൻ പോകുന്നു. മാമച്ചനും മറിയാമ്മയ്ക്കും എന്തെന്നില്ലാത്ത സന്തോഷം. അങ്ങനെ 9 മാസം കടന്നുപോയതറിഞ്ഞില്ല. അവരുടെ ദാമ്പത്യ വല്ലരിയിലെ ആദ്യത്തെ പുഷ്പം വിരിഞ്ഞു. അവന്റെ പേരെന്തായിരിക്കുമെന്നല്ലേ പറയാം. ജോബിമോൻ. അവൻ അപ്പന്റെ പ്രിയ മകനായി വളർന്നു വന്നു. അങ്ങനെ ഇരിക്കെ മറിയാമ്മ വീണ്ടും അമ്മയായി. ദൈവം അവർക്ക് ഒരാൺകുഞ്ഞിനെയും കൂടി നൽകി. അവർ അവന് അഭിമോൻ എന്ന് പേരിട്ടു. അവനാണ് കേട്ടോ നമ്മുടെ കഥാനായകൻ. ചേട്ടനും അനിയനും ഒന്നിച്ച് കളിച്ചും പഠിച്ചും വഴക്കുണ്ടാക്കിയുമായി വളർന്നു വന്നു. അഭിമോൻ ചേട്ടന്റെ സ്വഭാവത്തിന്റെ വിപരീത സ്വഭാവക്കാരനായിരുന്നു. ഒരു ദിവസം അഭിമോന്റെ മനസ്സിൽ ഒരാഗ്രഹം. ഇങ്ങനെയൊന്നും അപ്പനോട് പൈസ ചോദിച്ചു വാങ്ങുന്നത് ശരിയല്ലല്ലോ, എനിക്ക് എന്റെ സ്വത്ത് കിട്ടണം. അവൻ അപ്പനോട് അവന്റെ വീതം ആവശ്യപ്പെട്ടു. മാമച്ചൻ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ആഹാ, അഭിമോന്റെ ഒരു സന്തോഷം! ഒട്ടും താമസിയാതെ തന്നെ അവൻ സ്വത്തെല്ലാം വിറ്റ് ദൂരദേശത്തേക്ക് പോയി ധൂർത്തനായി ജീവിച്ചു. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ സമ്പാദ്യം മുഴുവനും തീർന്നു. അതോടൊപ്പം കൂട്ടുകാരും ഓരോരുത്തരായി പിരിഞ്ഞു. മുന്നോട്ട് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായി. ഇനി ഞാൻ എന്ത് ചെയ്യും? അവസാനം അവൻ എന്തു ചെയ്തെന്നോ, ആ നാട്ടിലെ ഒരു ധനികന്റെ വീട്ടിൽ അഭയം തേടി. അയാൾ പന്നികളെ മേയ്ക്കുവാനുള്ള ജോലിയാണ് അവന് നൽകിയത്. സ്വന്തം വീട്ടിൽ ഭക്ഷണവും ഉല്ലാസവുമായി കഴിഞ്ഞ് അവന്റെ ഒരു ഗതികേട് നോക്കണേ. ഇറ്റ് ഭക്ഷണം പോലും കിട്ടാതായി. അവൻ അവന്റെ വീടിനെ കുറിച്ച് ഓർത്തു. എന്റെ വീട്ടിൽ വേലക്കാർ പോലും എത്ര സുഭിക്ഷമായി കഴിയുന്നു. ആ നിമിഷം ആ പന്നിക്കുഴിയിൽ കിടന്ന് അവൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. എന്റെ തെറ്റപ്പനോട് ഏറ്റു പറയണം. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ദൂരെ വെച്ചേ അവൻ വീട്ടിലേക്ക് നോക്കി. പടിവാതിക്കൽ ആരെയോ കാത്തിരിക്കുന്ന അപ്പനെ അവൻ കണ്ടു. മാമച്ചനാകട്ടെ ദൂരെ നിന്ന് വരുന്ന യാചകനെ സൂക്ഷിച്ചു നോക്കി. കാരണം അവന്റെ രൂപഭാവങ്ങൾ അങ്ങനെയായിരുന്നു. അഭിയാകട്ടെ പതുക്കെ പതുക്കെ വീടിനടുത്തെത്തിയപ്പോഴേക്കും ഇത് തന്റെ മകനാണെന്ന് മാമച്ചൻ തിരിച്ചറിഞ്ഞു. ആ അപ്പൻ മകനോട് എന്ത് ചെയ്തെന്നോ പറയാം. നമ്മളാണെങ്കിലോ സ്വത്തെല്ലാം വിറ്റു തുലച്ച് പാപത്തിൽ സുഖിച്ച് ജീവിച്ച ഇങ്ങനൊരു മകൻ എനിക്കില്ല എന്നായിരിക്കും ആദ്യം പറയുക, അല്ലേ? എന്നാൽ സ്നേഹനിധിയായ അപ്പൻ ചെയ്തത് കണ്ടോ? ഓടി ചെന്നവനെ വാരിപ്പുണർന്ന് പുതിയ ആടയാഭരണങ്ങളെല്ലാം നൽകി. എല്ലാവർക്കും ഒരു ആഘോഷമായ സദ്യ ഒരുക്കി. ഈ സമയം വയലിൽ നിന്ന് മടങ്ങി വീഴുന്ന ജോബി വേലക്കാരോട് ആരഞ്ഞു. എന്തായി വീട്ടിലൊരു ആഘോഷത്തിമർപ്പ്? വേലക്കാർ ജോബിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വികാരഭരിതനായി അപ്പനെ സമീപിച്ചവൻ പറഞ്ഞു, ഞാൻ ഇതിനനുസരിച്ച് ഒരു ദാസനെ പോലെ പണിയെടുത്തിട്ട് ഒരാട്ടുംകൊട്ടിയെ പോലും കൊന്ന് അപ്പൻ ഇതുവരെയും ഒരു ആഘോഷം നടത്തിയിട്ടില്ല. സ്വത്തെല്ലാം വിറ്റു തുലച്ച് പാപത്തിൽ സുഖിച്ചു ജീവിച്ച ഇവന് വേണ്ടി അപ്പൻ എന്തെല്ലാമാണ് ചെയ്തത്? അപ്പൻ വാത്സല്യത്തോടെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ് മകനെ, നിന്റെ അനുജൻ മരിച്ചവനായിരുന്നു. എന്നാൽ അവൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. അങ്ങനെ തന്നെ നഷ്ടപ്പെട്ട മകന് വേണ്ടിയുള്ള ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമായി. പ്രിയമുള്ളവരെ, മകൻ പണം തൊടുത്തടിച്ചെങ്കിൽ പിതാവ് സ്നേഹം തൊടുത്തടിച്ചു. അങ്ങനെ നമ്മുടെ സ്വർഗീയ അപ്പച്ചന്റെ സ്നേഹം ഈ അപ്പനിലൂടെ നമുക്ക് ദർശിക്കാനായി. ഈ അപ്പന്റെ സ്നേഹം നമുക്ക് സ്വന്തമാക്കാൻ പരിശ്രമിക്കാം.